രാമായണവുമായി അഭേദ്യമായ ബന്ധമുള്ള ഇടമാണ് വയനാട്ടിലെ പുൽപ്പള്ളി. പുണ്യം നിറയുന്ന കർക്കിടക മാസത്തിൽ സീതാദേവിയുടെയും ലവകുശന്മാരുടെയും വാൽമീകി മഹർഷിയുടെയും പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിലേക്ക് ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുന്നത്. കർക്കിടക മാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് ഭക്തിസാന്ദ്രമായ രാമായണ പരിക്രമണ യാത്ര പുൽപ്പള്ളിയിൽ നടക്കുന്നത്. കഴിഞ്ഞ 22 വർഷമായി മുടങ്ങാതെ തുടരുന്ന ഈ ആത്മീയ തീർത്ഥയാത്ര ഈ വർഷം ഓഗസ്റ്റ് 16-നാണ്. വയനാട്ടിലെ പുൽപ്പള്ളി രാമായണ സ്മരണകൾ പേറുന്ന പുണ്യഭൂമി. സീതാദേവിയുടെയും ലവകുശന്മാരുടെയും വാൽമീകി മഹർഷിയുടെയും പാദസ്പർശം കൊണ്ട് പുണ്യമായ ഇടം. കർക്കിടക മാസത്തിൽ മാത്രമല്ല, വർഷം മുഴുവൻ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഭക്തിയും വിശ്വാസവും ആത്മീയതയും ഒരുമിക്കുന്ന അപൂർവ അനുഭവമാണ് പുൽപ്പള്ളി ഓരോ തീർത്ഥാടകനും സമ്മാനിക്കുന്നത്. പുൽപ്പള്ളിയിൽ കഴിഞ്ഞ 22 വർഷമായി കർക്കിടകത്തിൽ മുടങ്ങാതെ സംഘടിപ്പിക്കുന്ന ആത്മീയ തീർത്ഥയാത്രയാണ് രാമായണ പരിക്രമണം. രാമായണവുമായി ബന്ധപ്പെട്ട പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചാണ് യാത്ര നടത്തുന്നത്. 8 ദേവീക്ഷേത്രങ്ങളിലൂടെയുള്ള ഒരു യാത്ര ഈ മാസം ആഗസ്റ്റ് 16-ാം തീയതി കർക്കിടക മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച നടക്കുകയാണ്. ഈ ക്ഷേത്രങ്ങളിലൂടെയുള്ള ദർശനം അഷ്ടലക്ഷ്മി ദർശന സൗഭാഗ്യം നൽകുന്നു എന്നതാണ് ഏറെ പ്രത്യേകതയുള്ളത്. വീരകേരളവർമ്മ പഴശ്ശിരാജാവിനാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം, അതുപോലെ സീതാമാതാവ് ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്ത ക്ഷേത്രം, ലവകുശന്മാർ കളിച്ചു വളർന്ന ക്ഷേത്രങ്ങൾ, ലവകുശന്മാർ അസ്ത്രാഭ്യാസം നടത്തിയ ക്ഷേത്രം, വാൽമീകി ആശ്രമം തുടങ്ങി 8 ദേവീ ക്ഷേത്രങ്ങളിലൂടെയാണ് ഈ യാത്ര കടന്നു പോകുന്നത്. ആഗസ്റ്റ് 16-ന് കർക്കിടകത്തിലെ അവസാന ഞായറാഴ്ചയാണ് ഇത്തവണത്തെ രാമായണ പരിക്രമണം നടത്തുന്നത്. വീരകേരളവർമ്മ പഴശ്ശിരാജാവിന്റെ വീരാഹുതി നടന്ന മാവിലാന്തോട് എന്ന പ്രദേശവും ഈ യാത്രയുടെ ഭാഗമാണ്. രാമായണ കഥകളുമായി ബന്ധപ്പെട്ട പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും അപൂർവ ആത്മീയ അനുഭവം നേടാനായി ഓരോ വർഷവും നൂറുകണക്കിന് ഭക്തരാണ് ഈ മഹാതീർത്ഥയാത്രയിൽ ഭാഗമാകുന്നത്. ജനം, കോഴിക്കോട്.